വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ? ജീവിതത്തിൻ മേടുകളിൽ ഏകനെന്നു തോന്നിയപ്പോ ധൈര്യം നൽകിയിടും വചനം നൽകി, ധൈര്യം നൽകിയിടും വചനം നൽകി നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ? കഷ്ടതയിലും കരം പിടിച്ചു, കഷ്ടതയിലും കരം പിടിച്ചു കൺമണി പോൽ കരുതിയവൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ? ഭാരം ദുഃഖമേറിയപ്പോ മാനം നൊന്തു കലങ്ങിയപ്പോ ഭാരം ദുഃഖമേറിയപ്പോ മാനം നൊന്തു കലങ്ങിയപ്പോ ധൈര്യം ചങ്കിടും ആശ്വാസം നൽകി ചാരെ അണച്ചു ആശ്വാസം നൽകി നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ? കഷ്ടതയിലും കരം പിടിച്ചു, കഷ്ടതയിലും കരം പിടിച്ചു കൺമണി പോൽ കരുതിയവൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ? കൂട്ടുകാരിൽ പരമായെന്നിൽ ആനന്ദ തൈലം പകർന്നു, കൂട്ടുകാരിൽ പരമായെന്നിൽ ആനന്ദ തൈലം പകർന്നു. ശത്രുമധ്യേയൻ തല ഉയർത്തി, ശത്രുമധ്യേയൻ തല ഉയർത്തി നടത്തി
വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ? കഷ്ടതയിലും കരം പിടിച്ചു, കഷ്ടതയിലും കരം പിടിച്ചു, കൺമണി പോൽ കരുതിയവൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ? യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യന യേശുവേ, സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ, യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനീണത്താൽ വീണ്ടെടുത്തു, ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനാ, ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനാ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. സൗഖ്യദായകൻ എൻ യേശു,
ആടിപ്പിണരാൽ സൗഖ്യം നൽകി. ആശ്രയം നീ എൻ്റെ നാഥാ, എത്ര മാധുര്യം ജീവിതത്തിൽ. ആശ്രയം നീ എൻ്റെ നാഥാ, എത്ര മാധുര്യം ജീവിതത്തിൽ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ യേശുവേ. ഒരു നിമിഷം എഴുന്നേറ്റ്. സ്തുതികൾക്കു യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. 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 ആ കരങ്ങളുടെ സമത്വം കൊടുത്തേ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദേശത്തിൽ അടച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമാണ് നിങ്ങളെ ആശ്രയമായിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെയാണ് നിങ്ങൾ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് സാഹചര്യത്തിലും, നിങ്ങൾ ഏത് കണ്ണുനീരിന്റെ മധ്യയിലും, നിങ്ങളുടെ ഏത് കഷ്ടതയുടെ മധ്യയിലും നിങ്ങൾ ആശ്രയിച്ച ദൈവം നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല എന്ന് വചനം പഠിപ്പിക്കുന്നത് പോലെ ഇന്ന് പകലിൽ വലിയ നിയോഗത്തോടെ ദൈവത്തെ മുറുകെ പിടിക്കുന്ന തൻ്റെ പ്രിയ മക്കളെ കർത്താവ് ഇന്നത്തെ പകൽക്കാലം പുറത്തെടുക്കുക തന്നെ ചെയ്യും.
ഒരു നിമിഷം നിങ്ങളെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണമായി ഒന്ന് സമർപ്പിച്ചാട്ടെ. കർത്താവ് പുറത്തു കൊണ്ടുവരുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടോ എന്നുള്ളൊരു ശോധന. നിങ്ങൾ ഏതെങ്കിലും മേഖലകൾ തകർന്നവനാണെങ്കിൽ, ഏതെങ്കിലും മേഖലകൾ തകർന്നവളാണെങ്കിൽ, മുന്നോട്ടൊരു വഴിയില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ ആ ദൈവത്തെ ഒന്ന് മുറുകെ പിടിച്ചാട്ടെ. ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു മക്കൾക്കും ഒരു നന്മയും ദൈവം മുടക്കം വരുത്തത്തില്ല. ദൈവം പരിചയായി കോട്ടയായി നിങ്ങളെ കൂടെ നിൽപ്പാൻ സർവശക്തനാണ്. കാരണം ഈ അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ചത്, ഇന്നീ കാണുന്ന സകലതിനെയും സൃഷ്ടിച്ചത് ആ ദൈവമാണ്. ദൈവത്തെ കൊണ്ട് നേരെയാക്കാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. നിങ്ങളുടെ ഏതു മേഖലകളും ഉപജീവനമായിക്കൊള്ളട്ടെ, വ്യക്തിപരമായ ജീവിതമായിക്കൊള്ളട്ടെ, കുടുംബങ്ങളായിക്കൊള്ളട്ടെ, നിങ്ങളെ ഭാവികളായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ മുൻപാകെ ദൈവത്തെ ഒന്ന് മുറുകെ പിടിക്കാൻ കഴിഞ്ഞാൽ, പല ആശ്രയങ്ങളും അടഞ്ഞു പോയാലും, പല വഴികളും നിന്റെ മുമ്പിൽ അടഞ്ഞു പോയാലും, നിനക്കായി പുതുവഴികളെ തുറക്കുവാൻ അവൻ സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. വിശ്വസിക്കുന്ന ആർ കരങ്ങളെ അടിച്ച് ഒരു ഗാനം കൂടെ പാടി ഇന്ന് പകലിൽ ആരാധന കൊടുക്കാം. അതിനായി കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. നിന്റെ ആലയം എന്തോരാനന്ദം തവ പ്രകാരങ്ങളിൽ, അമനോഹര യാഗേ നിന്റെ ആലയം എന്തോരാനന്ദം തവ പ്രകാരങ്ങളിൽ. ദൈവമേ എന്നുള്ളം നിറയുന്നു ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ എന്നുള്ളം നിറയുന്നു ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്, നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം നിന്റെ അകപീഠങ്ങൾ മീവൽ പക്ഷിക്കും ചെറുകുരുവിലിന്. ഒരു സങ്കേതം നിന്റെ അകപീഠങ്ങൾ മീവൽ പക്ഷിക്കും ചെറുകുരുവിലിന്. രാവിലെ നിൻ നന്മകളെ ഓർത്ത് പാടി സ്തുതിച്ചിടുന്നു. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്, നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയം, ഞങ്ങൾ ശക്തരാ എന്നും നിന്റെ ശക്തിയാ. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയം, ഞങ്ങൾ ശക്തരാ എന്നും നിന്റെ ശക്തിയാ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹം. ദൈവം നല്ലവൻ,
നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. മനോഹരം യാഗേ നിന്റെ ആലയം, എന്തോരാനന്ദം തവ പ്രാകാരങ്ങളിൽ. മനോഹരം യാഗേ നിന്റെ ആലയം, എന്തോരാനന്ദം തവ പ്രാകാരങ്ങളിൽ. ദൈവമേ എൻ ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ എൻ ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ. ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ, എല്ലാവർക്കും തന്മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. 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 ഒരു സങ്കേതം നിന്റെ അകപിടങ്ങൾ നീവൽ പക്ഷിക്കും ചെറുകുരുകിലിനും. ഒരു സങ്കേതം നിന്റെ അകപിടങ്ങൾ നീവൽ പക്ഷിക്കും ചെറുകുരുകുലിനും. രാവിലെ നിൻ നന്മകളെ ഓർത്ത് പാടി സ്തുതിച്ചിടുന്നു. രാവിലെ നിൻ നന്മകളെ ഓർത്ത് പാടി സ്തുതിച്ചിടുന്നു. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയം, ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയം, ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാം. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി. റിയാന്താ ഷട്ടാലാ റിബാലാദാ ചൂടാലാദാ റിഗദാ രഗദാ ഷൈഡാദാരാ ചൂടാരാദാ റിബാലാദാ. ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ,
എല്ലാവർക്കും തന്മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ എല്ലാവർക്കും നല്ലവൻ തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ദൈവം നല്ലവൻ. Rikala shatala ribalata judalata riyandolo shamdara judalata ribala vaidara ragada ragada shamdarada judabala ragada ragada judabala ragada ragada vaidam charali toro tolo to shatala ribalata judalata ribolo judam charam ragada limana shamdara judamala ragada ragada vaidam rikalada shateli ribalata judala Riyanda shamdara judabala ragada ragade vaidara judamana ribolo toro bolo judara thara lata shamdalata rimana ta judala rikalata ribala vaidara tari bolo to shamdara judabala vaidam thala lata ribolo Riyanda shatala ribala ta judamana vaidara thara thara judabala rimana vaidam thara ragada ragada judala ribolo to rimana ta rikala ta judamana ragada ragada shamdara judabala vaidam liboro toro rikala ta judamana vaidara ta അന്യഭാഷകളിൽ Rimana thara thara judara tari bolo to vaidara thara mana judabala ragada ragada vaidam tharam ragadam ragadam Rimana thurala tari kolo toro toro judabala vaidam tharam ragadam 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 liboro toro shamdara thura mana ribala tari bolo to shaida thara judabala vaidam tharam ragadam 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 rimana bara 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 judabala ragada ragadam La shatala ra judamana judara tari bolo to rikalata rimono to shamdara la judamana vaidam tharam ragadam 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 jimala bara bara judabala ragada ragada vaidam tharam ragadam 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 rimana thara judara tari bolo to vaidam thara ragada ragada la shatala ra dhuramana judala tari bolo to riyanda la dhurile tiri minite Shamdara judamana vaidam tharam ragadam 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 libalata judamana dhuramana ribalata rikalata dhuramana vaidarata judabala vaidara thara thara dhuramana la shatala dhuramana ribolo to judaram tharam ragada ragada shamdara judamana vaidam tharam ragadam 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 judabala ragada ragada vaidavara ragada ragada sheteli ribala thara la judamana Riyandala thara thara la judamana ribolo to rimana seteli rimana thara la judamana ribolo to Riyandala thari bolo to vaidam thara ragada ragada shamdara judamana ribolo to rolo likara thara judamana vaidam tharam ragadam 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 judabala ragada ragada vaidam thara ribala thara la dhuramana Shatala ribalata judamana dhuramana ribolo to rikalata judarata dhiramana dhuramana ribalata ribolo to shamdara judarata la ribolo to vaidam thara ragada ragada ragade ragada shamdara judele direle rimanata rikalata dhuramana vaidam thara ragada ragada rimana shamdurala mana judabala ragada ragada vaidam tharam ragadam 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 Libalata dhuramana judara ribolo to shatala rikalata la judamana ribalata ribolo to vaidara thara judamana rimanata seteli balata la judara thara ribolo to vaidam tharam ragadam ragadam rimana thara judamana dhiramana ribolo to rikalata shamdara judamana rikala thara judamana vaidavara ragada mana shamdara judamana tiroloro sheteli rikalata dhuramana ribalata vaidamana judamana libolo shatala rikalata la judarata dharam dharam ragadam ragadam jimana ragada 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 shamdara judamana riyandala la rikolo to sheteli rimono to vaidam dharam ragadam ragadam
ചുടബല രഗടക രഗതന വൈഡം താരം രഗനം 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 ലാശറ്റാലാര ദൂരമാന റീബോലോതോ വൈഡാരാത ജൂഡാരാത റീമാനാത ലീബോലോതോരോ ജൂഡാമാന ദൂരമാന റീബോലോതോ വൈഡം താര രഗത 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 ഷെറ്റേലിമാന ജൂഡാരാത റീബോലോതോ വൈഡം താര റീമോനോതോ വൈഡം രഗരാതകരെ ഷെറ്റേലി ബാരാ താരാല ജൂഡാമാന ജൂഡാലാത റീബാലാത ജൂഡാരം താര റീമോനോതോ വൈഡാരാത ദൂരമാന ജൂഡാരാത ലിമോലോ റിയാന്താരാല ഷെറ്റേലി മോനോതോ ലോലോബോ रीमाना थाराला रियांतेरिया लाब्रोली कला थाराला रेमना शुटिली रिमानया लाशमना रिमोरो थोरो लोरियान थाराला मना शेठेली बारा थुडाला रामना रियांतेरिया लाशमना रियान थोरो लोबोरो എല്ലാവർക്കും വല്ലവൻ തന്മക്കൾക്ക് പരിചയായി ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തന്മക്കൾക്ക് പരിചയായി നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് ശബ്ദമുയർത്തി ദൈവം നല്ലവൻ ദൈവം നല്ലവൻ എല്ലാവർക്കും തന്മക്കൾക്ക് പരിചയം ദൈവം നല്ലവൻ എല്ലാവർക്കും അല്ല തന്മക്കൾക്ക് പരിചയം നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് നന്മയൊന്നും ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവ്, ഞങ്ങളങ്ങേ സ്തോത്രം ചെയ്യും, ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവേ. അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്ന കർത്താവേ. അങ്ങയുടെ വലിയ കാര്യം വെളിപ്പെട്ട കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ സന്നിധി ഞങ്ങൾ നേരാവണ്ണം നടപ്പാൻ, നേരായ പാതയിൽ ആയിരിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. അങ്ങയുടെ നാമം ചൊല്ലി ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ. ശബ്ദമുയർത്തി ആമേൻ പറഞ്ഞേ ആ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. സങ്കീർത്തനങ്ങൾ 125 എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് വായിക്കാം. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേൽക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. നീതിമാന്മാർ നീതികടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൾ നീതിമാന്മാരുടെ അവകാശത്തിന്മേലിരിക്കുകയില്ല. യഹോവേ, ഗുണവാന്മാർക്കും ഹൃദയപരമാർത്ഥികൾക്കും നന്മ ചെയ്യണമേ. എന്നാൽ വളഞ്ഞ വഴിയിലേക്ക് തിരിയുന്നവരെ യഹോവ ദുഷ്പ്രവൃത്തിക്കാരോട് കൂടെ പോകുമാറാകട്ടെ. ഇസ്രായേൽ മേൽ സമാധാനം വരുമാറാകട്ടെ. ഈ സങ്കീർത്തനകാരൻ പറയുന്നത് യഹോവയിൽ ആശ്രയത്തെക്കുറിച്ചാണ്. യഹോവയിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ആശ്രയിക്കാൻ കഴിയുമോ, നിങ്ങൾക്ക് എങ്ങനെയൊക്കെ യഹോവയുടെ സന്നിധിയിൽ ആയിരിക്കാൻ കഴിയുമോ,
അങ്ങനെ ആയിരിക്കുന്നവരെ കർത്താവ് കുലുങ്ങാത്ത ഒരു പാറ പോലെ, അങ്ങനെ ആയിരിക്കുന്നവരെ കർത്താവ് ഒരു പാറ, ഈ സങ്കീർത്തനക്കാരൻ ഒരു പാറയായി ഉപമിക്കുകയാണ്. ഒരു പാറയോട് സദൃശ്യം അല്ലെങ്കിൽ ഒരു പർവ്വതത്തോട് സദൃശ്യമായി ഉപമിക്കുന്നതായി കാണുവാൻ കഴിയും. അങ്ങനെ നിങ്ങൾ ആശ്രയം വയ്ക്കുകയാണെങ്കിൽ, ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ച്, നിങ്ങളുടെ ആശ്രയം ഈ ലോകത്തിലുള്ള മറ്റാരിടത്തുമായിരിക്കാതെ, അല്ലെങ്കിൽ മറ്റൊന്നിലും നിങ്ങളുടെ വസ്തുവകകളിലോ നിങ്ങൾക്കുള്ള ഉപജീവന മാർഗത്തിലോ നിങ്ങളിലോ ആശ്രയം വയ്ക്കാതെ നിങ്ങൾ കർത്താവിൽ ആശ്രയം വെച്ചാൽ, കർത്താവ് ഉറപ്പായിട്ടും നിങ്ങളൊരു പർവ്വതത്തിന് തുല്യമായി നിങ്ങളുടെ തലയെ ഉയർത്തുക തന്നെ ചെയ്യും. നിങ്ങളുടെ കഷ്ടതകൾ ദൈവം ഉത്തരം അരുളുക തന്നെ ചെയ്യും. കാരണം നിങ്ങൾ ആശ്രയം എവിടെയാണ്? കർത്താവിലാണ്. ആ വചനപ്രകാരം നിങ്ങൾ ജീവിക്കുവാൻ ഈ സങ്കീർത്തനത്താൽ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമ്മൾ ഇന്ന് കേൾക്കുവാനായി പോകുന്നത് പോരാട്ടം എന്ന് പറയുന്ന വിഷയമാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രയെന്ന് എഫേസ്യർക്കെതി ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം പഠിപ്പിക്കുന്നു. നമുക്കൊരു പോരാട്ടമുണ്ട്. എഫേസ്യർക്കെതി ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നു: നമുക്കൊരു പോരാട്ടം ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് പലരുടെയും നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ സമയത്ത് നമ്മൾ എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പോരാട്ടം. കർത്താവേ, നമ്മുടെ മേലായിരിക്കുന്ന പോരാട്ടങ്ങളെ മാറ്റണമേ, ബന്ധനങ്ങളെ അഴിക്കണമേ എന്നൊക്കെ സ്ഥിരമായി പ്രാർത്ഥിക്കുന്നവരെ നമ്മൾ കേൾക്കാറുണ്ട്. ഈ പോരാട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പോരാട്ടം എന്തിനാണ് നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്നത്? ഈ പോരാട്ടം നമ്മുടെ ജീവിതത്തിനകത്ത് വന്നാൽ എന്ത് ചെയ്യണം? എങ്ങനെയാണ് ഇതിൽ നിന്ന് കരകയറി വരേണ്ടത്? ഇതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുവാൻ, ക്രിസ്തുയേശുവിൽ ശരണപ്പെട്ട് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് പോരാട്ടം എന്ന് പറയുന്ന വിഷയം അതെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ ഇടവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെ നിങ്ങൾക്ക് ഒരു പോരാട്ടമുണ്ടോ, അല്ലെങ്കിൽ ആ പോരാട്ടം എങ്ങനെയായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കുവാനും അതിനോട് എതിർത്ത് നിൽക്കുവാനും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു പോരാട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ, ആത്മീക ജീവിതത്തിനകത്ത് ലോകപരമായി ജീവിക്കുന്ന വ്യക്തികളോടല്ല, ആത്മീകരായി ജീവിക്കുന്ന, ക്രിസ്തുയേശുവിൽ സ്നാനമെടുത്ത് ക്രിസ്തുയേശുവിനെ അറിഞ്ഞു എന്ന് പറഞ്ഞ് ജീവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു പോരാട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും പോരാട്ടമുണ്ട്. പ്രതികൂലങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവയെല്ലാം ജയിച്ചൊരു കർത്താവ് നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് നമുക്കൊരു ദോഷവും വരുന്നില്ല. ഈ ലോകത്തെ ജയിച്ചവൻ നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഭാഗ്യവാന്മാരെന്ന് എണ്ണപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്കെതി ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, താൻ ഈ പോരാട്ടം അല്ലെങ്കിൽ ഈ ആത്മീയ പോരാട്ടം അല്ലെങ്കിൽ പിശാചിനോട് എതിർത്ത് നിൽപ്പേണ്ടതിന് കർത്താവിൻ്റെ സർവായുധ വർഗം ധരിച്ചു കൊള്ളുവാൻ പഠിപ്പിച്ചതിന് ശേഷം തൊട്ട് താഴോട്ടാണ് ഈ വചനങ്ങളെ താൻ പഠിപ്പിക്കുന്നത്. അതിനകത്ത് സർവായുധ വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിലെല്ലാം നമ്മൾ ഇതിനകത്ത് സർവായുധ വർഗങ്ങളെക്കുറിച്ച് കേട്ടതാണ്. അതുകൊണ്ട് കഴിയുന്നത് ഞാൻ അത് വിവരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എങ്കിലും കർത്താവ് അങ്ങനെ ഒരു നിയോഗം തരികയാണെങ്കിൽ ഉറപ്പായിട്ടും സർവായുധ വർഗത്തെക്കുറിച്ചും നിങ്ങളോട് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ എഫേസ്യർക്കെതി ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം കേട്ടു. നമുക്കെന്തുണ്ട്? ഒരു പോരാട്ടം ഉണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അതുകൊണ്ട് തന്നെ പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുന്ന അഭിഷിക്ത ദാസൻ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതിന് മുന്നേ ഉള്ള 5-ാം അധ്യായവും 6-ാം അധ്യായം 4-ാം അധ്യായം മുതൽ 4-5 അധ്യായങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാര്യഭർത്തൃ ബന്ധം, കുടുംബ ബന്ധം എങ്ങനെ ക്രമീകരിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം, അപ്പനെയും അമ്മയെയും എങ്ങനെ ബഹുമാനിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മെ നടത്തുന്നവരെ എങ്ങനെ ബഹുമാനിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മുകളിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവരെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് അഭിഷിക്തനായ പൗലോസ് അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം വായിച്ചതിന് ശേഷം മാത്രമേ ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുവാൻ കഴിയുള്ളൂ. പക്ഷേ നമ്മൾ ഇന്ന് തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുന്ന ഈ വിഷയമായതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു, ഇന്ന് ഭവനത്തിൽ ചെന്നിട്ട് എഫേസ്യർക്കെതി ലേഖനം 3, 4, 5 അധ്യായങ്ങൾ നിങ്ങൾ വായിക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു പോരാട്ടം നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ, നിങ്ങൾ വിചാരിക്കുന്ന പോരാട്ടം ഏത് രീതിയിലാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടാകുന്ന പോരാട്ടം ഒരിക്കലും ശത്രുവായവൻ പിശാച് ഡയറക്റ്റ് നിങ്ങളോട് പോരടിക്കുവാൻ വരുന്നതല്ല. അങ്ങനെയുള്ള പോരാട്ടങ്ങൾ ഉണ്ട് താനും. എങ്കിലും ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനോട്, ഒരു ആത്മീക വ്യക്തിയോട് പിശാച് പ്രവർത്തിക്കുന്നത് ജഡീകരായി ജീവിക്കുന്ന വ്യക്തികളിലൂടെയാണ്. ഹല്ലേലൂയ,
നിങ്ങൾ ആത്മീയരായി തീരണമെന്നും നിങ്ങൾ കർത്താവിൽ ആശ്രയം വെച്ച് ജീവിക്കണമെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ ജീവിത പങ്കാളി ചിലപ്പോൾ നിങ്ങളുടെ എതിരെ നിൽക്കും. ഇനി നിങ്ങൾ കർത്താവിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബക്കാർ നിങ്ങൾക്കെതിരെ നിൽക്കും. ഇനി നിങ്ങൾ കർത്താവിൽ ആശ്രയം വെച്ച് നന്നായി ജീവിക്കണം, കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവ് വിളിച്ച വിളിക്ക് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനകത്തോ വ്യക്തിപരമായ ജീവിതത്തിനകത്തുണ്ടാകുന്ന രോഗങ്ങളിലൂടെ ശത്രുവായവൻ നമ്മോടെതിരെ നിൽക്കും. ഇനി നമ്മുടെ ജീവിതത്തിനകത്ത് വീണ്ടും കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മുടെ സാമ്പത്തിക മാർഗത്തെ തകർത്തുകൊണ്ട്, നമ്മുടെ ഉപജീവന മാർഗങ്ങളെ തകർത്തുകൊണ്ട് പിശാച് നിൽക്കുന്നത് കാണാം. ഇനി മക്കളിലൂടെ നമ്മളോട് എതിർക്കും. മക്കൾക്ക് എതിരെ അപ്പനും അമ്മയും എഴുന്നേൽക്കും. ആരിൽ വിശ്വസിക്കുമ്പോഴാണ്? യേശുവിൽ വിശ്വസിക്കുമ്പോൾ, കർത്താവിൽ ജീവിക്കുമ്പോൾ, നിങ്ങൾ ഒരു സ്പിരിച്വൽ മാനായി, അതായത് ഒരു ആത്മീക മനുഷ്യനായി ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്ത് വരും? പോരാട്ടം വരും. ഹല്ലേലൂയ. ഈ പോരാട്ടത്തിനെ തിരുവചനം പഠിപ്പിക്കുന്നത് സ്പിരിച്വൽ വാൾഫയർ എന്നാണ്, ആത്മീക യുദ്ധം എന്നാണ് ഈ പോരാട്ടത്തിൻ്റെ യഥാർത്ഥ അർത്ഥം. നിങ്ങൾ ആത്മീക യുദ്ധത്തിലാണെന്ന് എപ്പോഴും മനസ്സിലാക്കുക. അതുകൊണ്ട് ഉറങ്ങാതെ മയങ്ങാതെ ഒരു ഭടൻ കാവൽ നിൽക്കുന്നത് പോലെ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് തൊട്ട് താഴോട്ട് സർവായുധ വർഗത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. ഒരു യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലെ ആയിരിക്കണം നമ്മളെപ്പോഴും. യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന ഒരു ഭടൻ അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ ദൂതൻ എപ്പോഴും എന്ത് ചെയ്യും? അലർട്ടായിരിക്കും. ഏത് നിമിഷവും എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് വരും? യുദ്ധം വരും. ആത്മീക മനുഷ്യരാകുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് എന്തുണ്ട്? ഒരു പോരാട്ടമുണ്ട്, ഒരു വാൾഫയർ ഉണ്ട്, ഒരു ആത്മീക യുദ്ധമുണ്ട്. അത് ഏത് നിമിഷം വേണമെങ്കിലും, ഏത് വ്യക്തിയിലൂടെ വേണമെങ്കിലും, ഏത് സാഹചര്യത്തിലൂടെ വേണമെങ്കിലും നമ്മുടെ ഇടയിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണെങ്കിൽ, നമ്മളത് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന പറയാം? ആ വ്യക്തിയോട് എതിർക്കും. ഇപ്പോൾ എൻ്റെ ഭവനക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനക്കാരിലൂടെ ആയിരിക്കാം, നമ്മുടെ ഭവനക്കാരിലൂടെ ആയിരിക്കാം പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ആ ഭവനക്കാരിലൂടെ ആ വ്യക്തികളോട് എതിർക്കും. പക്ഷെ ആ വ്യക്തിയോട് എതിർക്കേണ്ടതല്ല, ആ വ്യക്തിയുടെ പിന്നിൽ നിന്ന് നിങ്ങളോട് ഫൈറ്റ് ചെയ്യുന്ന ഗിരിട്ടിൻ്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കി അതിനോട് എതിർത്താൽ മാത്രമേ നമുക്ക് ജയം നേടുവാൻ കഴിയൂ. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത്, ഉപജീവന മാർഗത്തിനകത്ത് എവിടെയൊക്കെ പിശാച് ഏതൊക്കെ രീതിയിൽ നിങ്ങളോട് യുദ്ധത്തിന് വരുന്നു എന്ന് മനസ്സിലാക്കി, ആത്മീകമായി മനസ്സിലാക്കി നിങ്ങൾ അതിനോട് യുദ്ധം ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങൾ ആത്മീകമായി മനസ്സിലാക്കി യുദ്ധം ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ മയങ്ങുന്നവരായി ഉറങ്ങുന്നവരായിരുന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വിജയം കൈവരിക്കുവാൻ കഴിയില്ല. ഓരോ ദിവസവും നിങ്ങൾ തളർന്നുകൊണ്ടേയിരിക്കും. ദൈവത്തിൽ നിന്ന് അകലുവാനുള്ള അല്ലെങ്കിൽ ദൈവസ്നേഹത്തിൽ നിന്ന് അകലുവാനുള്ള കാരണം അത് ആയിത്തീരും. നിങ്ങളുടെ ജഡീക ജീവിതത്തിനകത്ത്, നിങ്ങളുടെ ആത്മീക ജീവിതത്തിനകത്ത് ഒരു സ്വസ്ഥതയും ഇല്ലാത്ത രീതിയിൽ മാറും. പക്ഷെ നമുക്കൊരു യുദ്ധമുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു യുദ്ധമുണ്ടെങ്കിൽ, നിൻ്റെ കുടുംബത്തിനകത്തോ വ്യക്തിപരമായ ജീവിതത്തിനോ നിന്നെക്കൊണ്ട് താങ്ങാൻ പറ്റാത്തൊരു യുദ്ധം നിൻ്റെ മേൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായും വിശ്വസിക്കുക, നിൻ്റെ മേൽ കർത്താവ് തന്നിരിക്കുന്ന അഭിഷേകം അല്ലെങ്കിൽ കർത്താവ് തന്നിരിക്കുന്ന നിയോഗത്തിലേക്ക് നീ പ്രവേശിക്കുവാൻ പോവുകയാണ്. ഓരോ ആത്മീക യുദ്ധം കഴിഞ്ഞും നീ മുന്നിലോട്ട് വരുമ്പോൾ, വിജയിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ ഉറപ്പായും നീ അടുത്ത തലത്തിലേക്ക് പ്രവേശിച്ചിരിക്കും. ആത്മീകമായി നിൻ്റെ വർധനവിന് കാരണം ആത്മീക യുദ്ധങ്ങളാണ്. ആത്മീക യുദ്ധമില്ലാത്തവൻ എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ ലാസ്റ്റ് വരെ ഇരിക്കും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആത്മീക യുദ്ധമുണ്ടായാൽ ആത്മീകമായി നീ തകർച്ചയിലേക്ക് പോകുമെന്നും നീ നശിക്കുമെന്നും മറ്റുള്ളവർക്ക് തോന്നുമ്പോഴും, ഭൗതികമായി നശിക്കുമെന്ന് തോന്നുമ്പോഴും നീ യേശുവിൽ തന്നെ വിശ്വസിച്ച് യേശുവിനെ സ്നേഹിച്ച് ജീവിക്കുകയാണെങ്കിൽ, ഞാൻ ഇന്ന് വിളിച്ചു പറയാം, പ്രിയ സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തെ തകർക്കുവാൻ സാത്താന് കഴിയുകയില്ല. ഒരു യുദ്ധവും നിന്നെ തകർക്കുകയില്ല. നിനക്ക് വേണ്ടി യഹോവയായ ദൈവം, നിനക്ക് വേണ്ടി കർത്താവായ ദൈവം യുദ്ധം ചെയ്യും. യുദ്ധം അവനുള്ളതെന്ന് തിരുവചനം എഴുതിയിരിക്കുന്നു. ആ യുദ്ധത്തിനകത്ത് നീ ജയിക്കുക തന്നെ ചെയ്യും. ഓരോ ഘട്ടങ്ങളും നീ ജയിച്ച് മുന്നേറുമ്പോൾ ഈ ലോകത്തിൽ നിന്നെ എന്തിനു വേണ്ടി ആക്കിയിരിക്കുന്നു, എന്ത് നിയോഗത്തിനകത്ത് ആക്കിയിരിക്കുന്നു, ആ നിയോഗം നിൻ്റെ കരത്തിലേക്ക് വരികയും ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് അതിനകത്തൊരു യുദ്ധമുണ്ടെന്ന് പറഞ്ഞു. ഇതിനകത്ത് ആ യുദ്ധത്തിനെക്കുറിച്ച് ഇംഗ്ലീഷ് വചനം പഠിക്കുകയാണെങ്കിൽ, ഇംഗ്ലീഷ് ബൈബിളിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാവും. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന, ഇംഗ്ലീഷ് ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് വാക്കുകൾ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് ഈ സ്പിരിച്വൽ വാർ എന്ന് പറഞ്ഞാൽ. സ്പിരിച്വൽ വീക്ക്നെസ്സിനെയാണ് സ്പിരിച്വൽ വാർ എന്നതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്പിരിച്വൽ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മീകമായി വളർന്നു വരാതെ നമുക്ക് വീക്ക്നെസ്സുകൾ കൊണ്ടിടും. നമ്മുടെ ജീവിതത്തിനകത്ത്
തകർച്ച കൊണ്ടിടുവാൻ തക്കവണ്ണം, അതായത് ദൈവത്തിൽ നിന്ന് അകലുവാൻ തക്കവണ്ണം ലോകത്തിൻ്റെ വീക്ക്നെസ് ആയിരിക്കും ചിലപ്പം കൊണ്ടിടുന്നത്. ചിലപ്പോൾ ആത്മീക വീക്ക്നെസ് പിശാച് കൊണ്ടിടും. ആത്മീയ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ നാളിൽ നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ പറ്റില്ല. കഴിഞ്ഞ നാളിൽ നമ്മൾ വചനം വായിച്ചതുപോലെ വചനം വായിക്കുവാൻ പറ്റില്ല. നമ്മൾ എവിടെയൊക്കെ തളർന്നതുപോലെ, നമ്മുടെ ഉള്ളിൽ തകർന്നതുപോലെ, നമ്മുടെ ആത്മീക ജീവിതം തകർന്നതുപോലെ, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നതുപോലെ ആകും. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ എന്താണ് വിഷയം? വെളിയിൽ നിന്ന് വന്ന എന്തോ ഒരു പ്രശ്നമാണ്, ഒരു പ്രതികൂലമാണ്, ഒരു വ്യക്തി നിങ്ങളോട് ഇടപെട്ടതിൻ്റെ കുഴപ്പമാണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യും? പൂർണ്ണമായും നിങ്ങൾ തകർന്നതുപോലെ ഒരു സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും അപ്പോൾ തന്നെ അലർട്ടാകുക, ദൈവസന്നിധിയിൽ ചെന്നിരിക്കുക, പ്രാർത്ഥിക്കുക. ആ സ്പിരിച്വൽ വാറിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക. നിങ്ങൾ കർത്താവിനെ കഴിഞ്ഞ നാളിൽ സ്നേഹിച്ചത് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ സ്നേഹിക്കുക. അല്ലാതെ അവിടെ തളർന്നു പോകുവാനല്ല നിൽക്കേണ്ടത്, തകർന്നു പോകുവാനല്ല നിൽക്കേണ്ടത്. ഞാൻ പറയുന്നത്, നിങ്ങൾ സാമ്പത്തികമായി തകരുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവിന് വേണ്ടി കൊടുത്തിട്ടും, ആത്മീയമായി കർത്താവിന് വേണ്ടി കൊടുത്തിട്ടും, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ നിന്നിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും സാമ്പത്തികമായി തകരുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ ഉറപ്പായും വിളിച്ചു പറയുന്നു, നിന്നെ അവിടെ അതിനകത്ത് തകർക്കുവാൻ പിശാച് കെണി ഒരുക്കിയിട്ടുണ്ട്. അവൻ ഒരു തന്ത്രം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ആ തന്ത്രത്തിൻ്റെ പൊളിക്കുവാനുള്ള അധികാരം നിൻ്റെ മേലുണ്ട്. തുടർന്നുള്ള സമയങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മുടെ മേലാണ് അധികാരം ഇരിക്കുന്നത്. ആ അധികാരപ്രകാരം നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗരിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോയാൽ, നിങ്ങളെ തകർക്കുവാൻ നിൽക്കുന്നവൻ്റെ മുന്നേ നിങ്ങൾക്ക് ജയോത്സവം കൊണ്ടാടുവാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്പിരിച്വൽ വാർ എന്ന് പറയുന്ന ഈ വാർ ഒരുവിധപ്പെട്ട എല്ലാ ദേവദാസന്മാരും ഫേസ് ചെയ്യുന്നതാണ്. എല്ലാ ശുശ്രൂഷക്കാരും ഫേസ് ചെയ്യുന്നതാണ്. സാധാരണ വിശ്വാസിയാകുന്ന നാം ഫേസ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി ദൈവദാസന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഫേസ് ചെയ്യുന്നുണ്ട്. ഓരോ സ്പിരിച്വൽ വാർ കഴിയുമ്പോഴാണ് അവർ ഓരോ തലത്തിൽ വർദ്ധിച്ചു വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിനകത്തും ഞാൻ പറയുന്നു, സ്പിരിച്വൽ വാർ ഉള്ളവരെ, നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് മുന്നേറിയാൽ, നിങ്ങളെ കഴിഞ്ഞ നാളിൽ കർത്താവ് എന്തിനു വേണ്ടി വിളിച്ചോ, എന്ത് ശുശ്രൂഷയാണ് നിങ്ങളുടെ കരങ്ങൾ തന്നിരുന്നത്, അതിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ എത്തിയതായി നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ അഭിഷേക ലെവലിൽ വർദ്ധിക്കും. കഴിഞ്ഞ നാളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ അടുത്ത നെക്സ്റ്റ് ലെവലിൽ നിങ്ങൾക്ക് കയറി ശുശ്രൂഷിക്കുവാൻ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ, നിങ്ങൾക്ക് വചനം ഗ്രഹിക്കുവാനുള്ള കൃപ കർത്താവ് നൽകും. അതേപോലെ തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് കർത്താവിൻ്റെ തിരുവചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിനകത്ത് ഈ ആത്മീയ യുദ്ധം നടക്കുന്ന ഫ്ലഷിനകത്താണ്, ജഡത്തിനകത്താണ്. ഇത് ഇംഗ്ലീഷ് ബൈബിളിനകത്തുള്ള വാക്കുകളാണ് കേട്ടോ. ഫ്ലഷിനകത്താണ്, ജഡത്തിനകത്താണ് സ്പിരിച്വൽ വാർ നടക്കുന്നത്. നമ്മളെപ്പോഴും നമുക്ക് തോന്നുന്നു നമ്മൾ ഫേസ് ചെയ്യുന്നത് ജഡത്തിലൂടെ ആയാലും, നമ്മുടെ ആത്മീയ വാർ ഏറ്റവും കൂടെ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്നത് എവിടെയെന്നറിയാമോ? സ്പിരിച്വൽ മേഖലയിലാണ്, ആത്മീക മേഖലയിലാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ എത്ര പേർ കൃത്യമായി പ്രാർത്ഥിക്കുന്നവരുണ്ട്? കൃത്യമായി സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് കൃത്യമായി മനസ്സിലാവും. കൃത്യമായി വചനം വായിക്കുന്ന വിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്കിത് കൃത്യമായി മനസ്സിലാവും. നമ്മുടെ ജീവിതത്തിനകത്ത് വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെയൊക്കെയോ സ്പിരിച്വൽ വാർ കാണും. നിങ്ങൾ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഇത് ശോധന ചെയ്യണം. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും കർത്താവിന് കൊടുക്കേണ്ട മഹത്വവും കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുക്കേണ്ട എല്ലാ വിലയും കൊടുത്തിട്ടും നിങ്ങൾക്ക് മുകളിലേക്ക് കയറി വരാൻ കഴിയാതെ എവിടെയെങ്കിലും നിങ്ങളെ പിടിച്ച് അമർത്തി വെച്ചിട്ടുള്ള ഏതെങ്കിലും മേഖല ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനെ പൊട്ടിച്ച് നിങ്ങൾ പുറത്തു വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരാൾ പൊട്ടിക്കുന്നതിനേക്കാൾ നിങ്ങൾക്കതിനെ പൊട്ടിക്കുവാൻ കഴിയും. പോരാട്ടത്തെ ജയിക്കുവാൻ നിങ്ങൾക്കേ കഴിയൂ. കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പോരാട്ടം എന്തെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ. അത് ആത്മീകമാണോ ഭൗതികമാണോ, നിൻ്റെ ജഡത്തിലുള്ള പ്രശ്നമാണോ, നിൻ്റെ മറ്റുള്ള എന്തെങ്കിലും വിഷയമാണോ എന്ന് മനസ്സിലാക്കി നീ അതിനെ പൊട്ടിക്കണം. ഇനി കുടുംബത്തിനകത്തു നിന്നാണ് നിനക്ക് പോരാട്ടം വരികയാണെങ്കിൽ തിരുവചനം പഠിപ്പിക്കുന്നു, ഭാര്യയും ഭർത്താവുമുള്ള ബന്ധം ക്ലിയർ ചെയ്യണം. ഹല്ലേലൂയ. ഭാര്യയും ഭർത്താവുമായുള്ള ബന്ധം ക്ലിയർ ചെയ്ത് രണ്ടുപേർ ഭൂമിയിലായിരുന്നു എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചാലും എന്ത് ചെയ്യും? കർത്താവ് അത് നൽകുമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ആ രണ്ടു പേർ നിങ്ങൾ തന്നെ ആവണം. നിങ്ങളും നിങ്ങളുടെ അതായത് പ്രിയ സഹോദരനും സഹോദരിയും രണ്ടുപേരും ഒരുമിച്ച് ചേർന്നിരുന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവൃത്തി നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടും. കാരണം ഭാര്യയും ഭർത്താവുമാകുന്നവർ ഒറ്റ ശരീരമായിട്ടാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. അവരുടെ ചിന്ത ഒന്നാണ്, അവരുടെ പ്രവൃത്തി ഒന്നാണ്. അതുകൊണ്ട് തന്നെ സാത്താൻ ഏറ്റവും കൂടുതൽ തകർക്കുന്നത് കുടുംബജീവിതത്തെയാണ്.
കുടുംബജീവിതം തകർന്ന ആരെങ്കിലും ആത്മീയ യുദ്ധത്തിനകത്ത് അകപ്പെട്ട് അല്ലെങ്കിൽ സ്പിരിച്വൽ വാറിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അത് നിങ്ങൾ എങ്ങനെയാണോ നിരപ്പ് പ്രാപിക്കേണ്ടത് അങ്ങനെ നിരപ്പ് പ്രാപിച്ച് ക്ഷമിക്കാനുള്ളത് ക്ഷമിച്ച് ഭർത്താവും ഭാര്യയുമായിട്ടുള്ള ജീവിതം ക്രമീകരിച്ചിരിക്കണം. നിങ്ങൾ വീണ്ടും വീണ്ടും പ്രശ്നമുണ്ടാക്കുന്നവരായി, വീണ്ടും വീണ്ടും തകർച്ചയിടുന്നവരായി, വീണ്ടും വീണ്ടും നിങ്ങളുടെ ജീവിതത്തെ സാത്താൻ്റെ കയ്യിൽ ആയുധമാക്കി കൊടുത്താൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് അതിൽ നിന്ന് കയറി വരുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ഭർത്താവിന് ചിലപ്പോൾ ഒരു കുറവ് കാണുമായിരിക്കാം, ഭാര്യയ്ക്ക് ഒരു കുറവ് കാണുമായിരിക്കാം, നിങ്ങൾക്കൊരു കുറവ് കാണുമായിരിക്കും. എന്തു തന്നെ ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ക്ഷമ ചോദിച്ച് മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. അതേപോലെ അപ്പനും അമ്മയുമായുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതും നിങ്ങൾ ക്രമീകരിക്കണം. നിങ്ങളുടെ മക്കൾ അത് കണ്ട് വളരണം. നിങ്ങളുടെ മക്കളെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ അത് കാരണമായി തീരും. അതേപോലെ നിങ്ങളെ നടത്തുന്ന അഭിഷിക്തനോട്, നിങ്ങളെ നടത്തുന്ന മറ്റ് വ്യക്തികളോട്, നിങ്ങളെ തൊഴിൽ മേഖലയിൽ നിങ്ങളുടെ മുകളിൽ നിൽക്കുന്ന നിങ്ങളെ നടത്തുന്ന വ്യക്തികളോടെല്ലാം നിങ്ങൾ അനുസരണക്കേട് കാണിക്കരുത്, അവരെ അനുസരിക്കണം. ഇത്രയും ചെയ്തതിന് ശേഷം കർത്താവിൻ്റെ ദാസനായ അഭിഷിക്തൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ പിശാചിനോട് എന്ത് ചെയ്യണം? എതിർത്തു നിൽക്കണം. ഹല്ലേലൂയ. നമുക്കൊക്കെ പലർക്കും ഭയമാണ് ആരോട് എതിർത്ത് നിൽക്കുവാൻ? സാത്താനോട് എതിർത്ത് നിൽക്കുവാൻ. സാത്താനിനോട് നിങ്ങൾ കൽപ്പിക്കുന്നവരായി തീരണം. സാത്താൻ എൻ്റെ ജീവിതം വിട്ട് മാറിപ്പോവുക, യേശുവേ എൻ്റെ ജീവിതം വിട്ട് കടം മാറണമേ, യേശുവേ എൻ്റെ ജീവിതം വിട്ട് ഈ പ്രശ്നം മാറണമേ, പ്രതികൂലം മാറണമേ എന്ന് പറയുന്നതിന് പകരം യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ എനിക്കുണ്ടാകട്ടെ കൽപ്പിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതം വിട്ട് ഈ പ്രശ്നം മാറുവാൻ കൽപ്പിക്കണം, ഈ പ്രയാസം മാറുവാൻ കൽപ്പിക്കണം. നിങ്ങൾ അങ്ങനെ കൽപ്പിച്ചു തുടങ്ങുമ്പോൾ സ്പിരിച്വൽ മേഖലയിൽ അത് ആക്ടിവേറ്റ് ആവും. നിന്റെ ജീവിതത്തിൽ നിന്ന് ആ സ്പിരിച്വൽ വാർ മാറുകയും ചെയ്യും. സ്പിരിച്വൽ വാർ മാറുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനോട് എതിർത്തു നിൽക്കണം. തളർന്നു പോകരുത്, തകർന്നു പോകരുത്. നിന്റെ ജീവിതത്തിനകത്ത് അതൊരു സങ്കട അവസ്ഥയിലേക്ക് നീ കൊണ്ടുപോകരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഒരു സ്പിരിച്വൽ വാർ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ജഡീക മനുഷ്യരോട് ചോദിക്കും. ചിലപ്പം പ്രാർത്ഥനക്കാരായിരിക്കും, അവരോട് ചെന്ന് ചോദിക്കും, എൻ്റെ ജീവിതത്തിന് അതിങ്ങനെ ഒരു വിഷയമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ ആ വ്യക്തികളോട് കരയും. ആ വ്യക്തികൾ എന്തെങ്കിലുമൊക്കെ ഉത്തരങ്ങൾ നമ്മളോട് പറയും. നമ്മൾ അത് കേട്ടിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മൾ ദൈവത്തോട് ദൈവം പറഞ്ഞ കൽപ്പനകൾ അല്ലെങ്കിൽ ദൈവം പറഞ്ഞ ആക്ഷൻ എടുക്കാതെ നമ്മൾ ആ വ്യക്തികളോട് എതിർക്കും. ഹല്ലേലൂയ. നമ്മൾ ഓരോ ദിവസം തകരുന്നതല്ലാതെ അതിൽ നിന്ന് ഉയർന്നു വരില്ല. നമ്മൾ ഓരോ ദിവസം അഭിഷേകത്തിൽ നിന്ന് താഴുന്നതല്ലാതെ ദൈവസന്നിധി നമുക്ക് ഉയർന്നു വരുവാൻ കഴിയുകയില്ല. നമ്മൾ സമ്പത്തിൽ തകർന്നു പോകുന്നതല്ലാതെ അതിൽ നിന്ന് നമ്മൾ കയറി വരികയില്ല. ശത്രു ഇട്ട കെണിയിൽ നമ്മൾ അകപ്പെടും. ഹല്ലേലൂയ. ഈ 2026 കയറുന്നതിന് മുന്നേ കർത്താവ് ഇത് എനിക്ക് തന്നതിനായി ഞാൻ സ്തോത്രം പറയുന്നു. ഈ സ്പിരിച്വൽ വാർ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന തലമല്ല. നിങ്ങൾ പ്രാർത്ഥിച്ചതിനെ പൊട്ടിച്ച് വേണം പുതിയ വർഷത്തിലേക്ക് കയറുവാൻ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവിൽ നിൽക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്റെ മേൽ അധികാരമുണ്ട്, നിന്റെ മേൽ അഭിഷേകമുണ്ട്, നിനക്ക് പ്രാർത്ഥിക്കുവാൻ കഴിവുണ്ട്, നിനക്ക് തിരുവചനം വായിക്കുവാൻ കഴിവുണ്ട്. നീ കർത്താവിനോട് ചേർന്ന് നടക്കുന്നത് കൊണ്ടാണ് നിന്നെ തകർക്കുവാൻ സാത്താൻ സ്പിരിച്വൽ വാർ കൊണ്ടിട്ടിരിക്കുന്നത്. ആ സ്പിരിച്വൽ വാറിൽ നിന്ന് നീ പുറത്തു വന്നിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എങ്കിൽ നിനക്ക് ജീവിക്കുന്ന സാക്ഷിയായി ജീവിക്കുവാൻ കഴിയും. നിനക്ക് പറയുവാൻ കഴിയും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. എൻ്റെ ജീവിതത്തിനകത്ത് ഇങ്ങനെ ഒരു വലിയ പോരാട്ടമുണ്ടായിരുന്നു. ഞാൻ മനുഷ്യനെയാണ് നോക്കിയത്, ലോകത്തെയാണ് നോക്കിയത്, എൻ്റെ ശത്രുക്കളെയാണ് നോക്കിയത്. പക്ഷേ എനിക്ക് മനസ്സിലായി, എൻ്റെ ശത്രു ഈ ലോകത്തിലെ ജഡരക്തങ്ങളല്ല, ജഡത്തിലോ രക്തത്തിലോ ജീവിക്കുന്ന വ്യക്തികളല്ല. എൻ്റെ ശത്രു വാഴ്ചകളും അധികാരങ്ങളുമായിരുന്നു. ആ വാഴ്ചകളോടും അധികാരങ്ങളോടും എനിക്ക് എതിർക്കുവാൻ യേശു എനിക്ക് അധികാരം തന്നതുകൊണ്ട് ആ അധികാരം ഞാൻ ഉപയോഗിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് അവ എന്നെ വിട്ട് ഓടിപ്പോകുന്നത് ഞാൻ കണ്ടു എന്ന് പറയുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജഡത്തോട് നീ എതിർത്ത് നിൽക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, മനുഷ്യരോട് നമ്മൾ എതിർത്ത് നിൽക്കരുത്. ജഡമല്ല ഇതിനകത്ത് കളിക്കുന്നത്. അതിനകത്ത് കളിക്കുന്നത് വാഴ്ചകളും അധികാരങ്ങളുമായ ഇരുട്ടിൻ്റെ ശക്തികളാണ്, ഡാർക്ക്നെസ്സിൻ്റെ പവറാണ്. ആ പവറിനോട് നമ്മൾ എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. ഹല്ലേലൂയ. എന്താണ് പോരാട്ടം? എന്തിനു വേണ്ടിയാണ് ഒരു വ്യക്തിയിൽ ഈ പോരാട്ടം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും.
റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 35 മുതൽ 39 വരെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങൾ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ഉയരത്തിനോ ആഴത്തിനോ, മറ്റേതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്തിനാണ് ഒരു വാൾഫയർ വരുന്നത്? യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നിന്നെ വിടുവിക്കാനാണ്, മാറ്റാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വാൾഫയർ കിടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ സ്പിരിച്വൽ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മളോട് കൂടെ നിൽക്കേണ്ട വ്യക്തികൾ വരെ പറയും, നീ ദൈവത്തെ ആരാധിച്ചിട്ട് എന്തോന്ന് കിട്ടിയെന്ന് ചോദിക്കും. യോബിൻ്റെ ജീവിതത്തിനകത്ത് സ്പിരിച്വൽ വാർ വന്നു. യോബിൻ്റെ ഭാര്യ ചോദിച്ചു, ഇനിയെങ്കിലും നിനക്ക് ദൈവത്തെ കളഞ്ഞിട്ട് വേറെ പണിക്ക് പോയി കൂടെ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. കാരണം നമുക്കൊരു സ്പിരിച്വൽ വാർ വരുമ്പോൾ നമ്മോട് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് പോലും ചിലപ്പോൾ എതിരെ നിൽക്കും. നാമും കർത്താവും മാത്രമുള്ള ബന്ധത്തിലേക്ക് കൊണ്ടുവരും. നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചാൽ, നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഇറങ്ങിയ വ്യക്തിയാണെങ്കിൽ നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചാൽ മറ്റൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളെ സഹായിക്കുവാൻ നിരവധി പേരുണ്ടായിരുന്നപ്പോഴായിരിക്കും നിങ്ങൾ ദൈവത്തെ അറിഞ്ഞത്. ആ ദൈവത്തെ അറിഞ്ഞ് നിങ്ങൾ ഇറങ്ങിയ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഒറ്റപ്പെട്ട് കാണും. ആരും നിങ്ങളെ സഹായിക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ വന്നു കാണും. നിങ്ങളൊരു മരുഭൂമി യാത്ര തുടങ്ങിക്കാണും. ആ മരുഭൂമി യാത്രയിൽ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളും മാത്രമുള്ള അവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ യഥാർത്ഥ വഴിയിലാണ് സഞ്ചരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവരും ഉള്ളപ്പോൾ നമുക്ക് ആരെ വേണ്ട? കർത്താവിനെ വേണ്ട. അതുകൊണ്ട് കർത്താവിൻ്റെ കൃപയാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒരു മരുഭൂമി യാത്രയിലേക്ക് സഞ്ചരിക്കും. ഒറ്റപ്പെടും. എല്ലാവരും ഉള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യല്ല, ദൈവത്തെ ആശ്രയം വേണ്ട. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് മരുഭൂമി യാത്ര ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അറിയാതെ യേശുവെ എന്ന് വിളിക്കും. വേറെ ആരുമില്ല. ഉണ്ടോ? നമ്മളെ കൈത്താങ്ങുവാൻ, നമ്മളെ മനസ്സിലാക്കുവാൻ, നമ്മുടെ വിഷമങ്ങളെ മനസ്സിലാക്കുവാൻ, നമ്മോട് കൂടെ ചേർന്നിരിക്കുവാൻ പിതാവായ ദൈവം മാത്രമേ ഉള്ളൂ. നമ്മുടെ കഷ്ടം പറഞ്ഞു കൊടുക്കുവാൻ, നമ്മുടെ വിഷമം പറയുവാൻ, ഇത് ഒരു കുഴപ്പമില്ല മകനെ എന്ന് വിളിക്കുവാൻ ആ അപ്പൻ മാത്രമേ ഉള്ളൂ. നിരവധി പേർ വീണു പോകുന്നത് ആ സാഹചര്യത്തിനകത്താണ്. പക്ഷേ ഇതിനകത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, തൻ്റെ ജീവിതമാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത് കേട്ടോ. തൻ്റെ ജീവിതത്തിനകത്ത് നടന്ന വലിയ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ 35-ാം വാക്യം മുതൽ താഴോട്ട് നമ്മൾ നേരത്തെ വായിച്ചു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നിന്നെ വേർപിരിക്കാൻ കഴിയരുത്. എന്ത് വന്നാലും ഞാൻ എപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ സ്പിരിച്വൽ വാർ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയമാണ്, കർത്താവേ, എന്തു സംഭവിച്ചാലും എന്നെ മരണം ഈ ലോകത്തിൽ വെച്ച് കീഴടക്കിയാൽ അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റുവാൻ അനുവദിക്കരുതെന്ന് പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഒരു പാട്ട് എൻ്റെ വൈഫ് അവിടെ വിട്ടു. അത് നമ്മുടെ വീട്ടിൽ വരുന്നതിന് മുന്നേ ഇട്ടു. നമുക്കൊക്കെ അറിയാവുന്ന പാട്ടാണ്. അതിൻ്റെ വരി ഇപ്പം നേരത്തെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, ഇപ്പോൾ ഓർമ്മയില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ, അങ്ങനെ ഒരു പാട്ടുണ്ട് കേട്ടോ. ഞാൻ ആ പാട്ട് കേൾക്കുന്ന നിമിഷം കരഞ്ഞുകൂടാൻ. പക്ഷെ ആ പാട്ടിൻ്റെ വരികൾ നിങ്ങൾ കേൾക്കണം കൊണ്ട്, ഒന്നുമില്ലായ്മയിൽ എന്നെ നടത്തുന്നൊരു ദൈവമുണ്ട്. മറ്റാർക്കും മനസ്സിലാവില്ല പ്രിയമുള്ളവർ, ആർക്കും നമ്മളെ സ്പിരിച്വൽ വാർ മനസ്സിലാവില്ല. ഭാര്യയ്ക്ക് മനസ്സിലാവുമായിരിക്കും, കുഞ്ഞിന് മനസ്സിലാവുമായിരിക്കും എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും നമ്മളവിടെ ഉണ്ട്. പക്ഷെ വെളിയിലുള്ള ഞാനിപ്പം ശുശ്രൂഷക്കാരനാണ്. എൻ്റെ കൂടെ നിൽക്കുന്ന ശുശ്രൂഷക്കാർക്കോ എൻ്റെ കൂടെ നിൽക്കുന്ന മറ്റുള്ളവർക്കോ ഒന്നും മനസ്സിലാവില്ല. ഇതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നതെന്നൊന്നും മനസ്സിലാവില്ല. പക്ഷേ എല്ലാം മനസ്സിലാക്കുന്ന കർത്താവുണ്ട് കൂടെ. ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ, ഇത് ക്രിസ്തീയ പാട്ടുകൾ കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് എന്നെ കൊണ്ടുപോകും. ആ പാട്ടിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ആ പാട്ടിനുള്ള സത്ത് ഞാൻ വലിച്ചെടുക്കും. എൻ്റെ ജീവിതമാണ് പല പാട്ടുകൾ. അത് എനിക്ക് മാത്രം തോന്നുന്നതാണെന്ന് അറിയില്ല. പക്ഷെ ആ പാട്ട് കഴിയുമ്പോഴേക്ക് എൻ്റെ അത് നേരത്തെ ഉണ്ടായിരുന്ന കുറച്ചുകൂടെ ജീവൻ എനിക്ക് വെളിപ്പെടും. അതുകൊണ്ട് എനിക്ക് കഷ്ടം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ എല്ലാം തകർന്നു എന്ന് തോന്നുമ്പോഴാണ് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ പാട്ടുകൾ വരുന്നത്. ഹല്ലേലൂയ. ഞാൻ ഈ പാട്ടിൻ്റെ കാര്യം പറയാനല്ല വന്നത്.
ഇതിനകത്ത് പൗലോസ് പറഞ്ഞിരിക്കുന്നു, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, തൻ്റെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്, പ്രതികൂലങ്ങളെക്കുറിച്ചാണ്. വാൾ വന്നു, ആപത്ത് വന്നു, തടവ് വന്നു, കൂടെ നിന്ന സഹോദരന്മാർ തള്ളിക്കളഞ്ഞു, എല്ലാം ചെയ്തിട്ടും ഏറ്റവും ലാസ്റ്റിലുള്ള വരി ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ആ വരിയുടെ അകത്ത് 39-ാം വാക്യത്തിനകത്ത് അത് എഴുതിയിട്ടുണ്ട്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതിൻ്റെ മുകളിലുള്ള വാക്കാണ് ഞാൻ പറയുന്നത്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ. ദൂതന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? വീണുപോയ ദൂതന്മാരാണ് കേട്ടോ, അതായത് സാത്താൻ. ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എല്ലാം ഉണ്ടായിരുന്ന മനുഷ്യൻ, ഏറ്റവും അവസാനം മരണസമയത്ത് ഒരു പുതപ്പ് പോലും കയ്യിലില്ലാത്ത മനുഷ്യൻ, അദ്ദേഹം കിടന്ന തടവറയെക്കുറിച്ചൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല, അത്രത്തോളം ചെറിയ റൂമിനകത്ത് തന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന സമയത്ത് തൻ്റെ മകനായ വ്യക്തിയോട്, തൻ്റെ ആത്മീയ മകനായ വ്യക്തിയോട് ഒരു പുതപ്പെങ്കിലും കൊണ്ടുവരണം, ഇവിടെ തണുപ്പാണ്, സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് ആ പുതപ്പും കൊണ്ട് അദ്ദേഹം വന്ന സമയത്തിന് മുന്നേ ഇദ്ദേഹത്തെ എന്ത് ചെയ്തു? കഴുത്തറുത്ത് കൊന്നുകളഞ്ഞു. അത്രത്തോളം സാഹചര്യം വന്നപ്പോഴും, അത്രത്തോളം പ്രശ്നം വന്നപ്പോഴും ഈ 14 ലേഖനങ്ങൾ അദ്ദേഹം അതേപോലത്തെ തടവറയിൽ കിടന്നാണ് എഴുതിയത്. നമ്മളാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനോ നിങ്ങളോ ആണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ദൈവത്തെ കളഞ്ഞിട്ട് ഓടുമായിരുന്നു. പക്ഷെ ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയാമോ? ആ സ്നേഹത്തിൽ നിന്നും എന്ത് കഷ്ടം വന്നാലും, ഞാൻ ഇന്ന് നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, എന്ത് കഷ്ടം വന്നാലും, എന്ത് പ്രയാസം വന്നാലും, എന്ത് പ്രതികൂലം വന്നാലും, എത്രയോ കോടി ജനങ്ങൾ ഉള്ളിടത്തുനിന്ന് നമ്മെ കർത്താവ് വേർതിരിച്ചതാണ്. കർത്താവ് തൻ്റെ രക്തത്താൽ നമ്മെ വിലക്കി വാങ്ങിയതാണ്. കർത്താവ് നമ്മെ ദത്തെടുത്തതാണ്. നമുക്ക് പ്രതികൂലങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രയാസമുണ്ടെന്ന് മാറി നിൽക്കുവാനല്ല, ഇതിനകത്ത് ജയം തരുന്ന ഒരു കർത്താവുണ്ടെന്ന് നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നിന്നെ തകർക്കുവാൻ സാത്താന് നീയായി വിട്ടുകൊടുക്കരുത്. നീ കർത്താവിൻ്റെ സന്നിധിയിൽ കുടുംബമായി കടന്നു വരുന്ന വ്യക്തിയാണ്. കുടുംബമായി കടന്നു വന്ന് കർത്താവിനോട് ചേർന്ന് നിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച്, അതേപോലെ ഭവനത്തിനകത്തും പ്രാർത്ഥിച്ച്, നിനക്ക് എവിടെയൊക്കെ തോൽവിയുണ്ടെന്ന് തോന്നുന്നു ആ സ്ഥലത്തേക്ക് എതിർത്തു നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ ദിവസങ്ങൾ, ഈ 2026 നിങ്ങൾക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് വലിയ സാക്ഷിയായി നിൽക്കുവാൻ കഴിയും. ഹല്ലേലൂയ. 1 കൊരിന്ത്യർക്ക് ലേഖനം ഈ കർത്താവിൽ നിന്ന് അകറ്റുവാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ സ്പിരിച്വൽ വാറിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷെ ആ സ്പിരിച്വൽ വാർ പോലും കർത്താവ് എന്ത് ചെയ്യും? നമ്മുടെ നന്മയ്ക്കായി ഉപയോഗിക്കും. നമ്മളെ സാത്താൻ പരീക്ഷിക്കുമ്പോൾ, സാത്താൻ നമ്മെ തകർക്കുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ, ആ തകർച്ച പോലും നമ്മുടെ നന്മയ്ക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും കർത്താവിനോടൊപ്പം ചേർന്ന് ജീവിക്കുന്നവരായി തീരുക. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 15-ാം വാക്യം, 15-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം. ഇത് എന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചാൽ, ഈ സ്പിരിച്വൽ വാർ എന്ന് അവസാനിക്കും? നമ്മുടെ ജീവിതത്തിനകത്ത് നിന്ന് എന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചാൽ, ഒന്നേ നമ്മൾ ഈ രാജ്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് നിത്യതയിലേക്ക് എടുക്കപ്പെടണം. അതല്ലെങ്കിൽ നമ്മുടെ മരണം സംഭവിക്കണം. നമ്മുടെ മരണം വരെ, ഒരു ആത്മീയ മനുഷ്യൻ്റെ മരണം വരെ സ്പിരിച്വൽ വാറുണ്ട്. അല്ല എങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയാം? ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ, പിന്നെ അവസാനം അന്ന് അവൻ എല്ലാ വാഴ്ചകളെയും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും എന്ന്. യേശുക്രിസ്തുവിൻ്റെ തിരിച്ചു വരവ്, 2-ാം വരവിൽ താൻ എന്ത് ചെയ്യും? ഈ ലോകത്തിലേക്ക് വന്ന് എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും അടിയവർ പറയിപ്പിച്ച് ആ അധികാരവും വാഴ്ചകളെയും ആരുടെ കരങ്ങൾ കൊടുക്കും? പിതാവായ ദൈവത്തിൻ്റെ കരത്തിലേക്ക് കൊടുക്കുമ്പോൾ ഇത് മാറും. ഹല്ലേലൂയ. അതായത് നിത്യമായ വാസം കിട്ടുന്ന സമയത്ത് മാത്രമേ ഒരു ആത്മീയ മനുഷ്യന് സ്പിരിച്വൽ വാർ മാറുകയുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് കാണുന്ന ഓരോ സ്പിരിച്വൽ വാറും എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ആദ്യം വരുന്ന ചെറുതായിരിക്കാം, അതിൽ നിന്ന് വിജയിച്ച് കയറുമ്പോൾ അടുത്ത് വലുത് വരാം, അതിൽ നിന്ന് വിജയിച്ച് കയറുമ്പോൾ അതിൻ്റെ അടുത്ത് വലുത് വരാം. ഇത് ഞാൻ ഇപ്പോഴും പറയുന്നു, സ്പിരിച്വലായി ആത്മീയമായി ജീവിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാം ഞായറാഴ്ച സഭയിൽ വരുന്നു, ചുമ്മാ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഇരുന്ന് ഉറങ്ങുന്നു, പ്രാർത്ഥിക്കുന്നില്ല, ആരാധിക്കുന്നില്ല, ഭവനത്തെ നേരെ നോക്കുന്നില്ല, കുഞ്ഞിനെ നേരെ നോക്കുന്നില്ല, കുടുംബത്തെ നേരെ നോക്കുന്നില്ല. ഇങ്ങനെയുള്ളവർക്ക് ഇതൊന്നും വരുമെന്ന് ഞാൻ പറയുന്നില്ല. അവർക്കെന്തെങ്കിലും വരികയാണെങ്കിൽ അത് കയ്യിലിരിപ്പാണ്. സ്പിരിച്വൽ വാർ എന്ന് പറയുന്നത്, ആത്മീക യുദ്ധം എന്ന് പറയുന്നത് ആത്മീകനായി ജീവിക്കുന്നവനാണ്. ഹല്ലേലൂയ.
നിങ്ങളോട് എതിർത്ത് നിൽക്കുന്ന ശത്രുവിനറിയാം. ഇപ്പം നമ്മുടെ ഭവനത്തിനകത്ത്, എൻ്റെ ഭവനത്തിനകത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തിനകത്ത്, ഒരു വ്യക്തിയുടെ ഭവനത്തിനകത്ത് ഒരു രോഗാത്മാവ് ഭയങ്കര സംഭവമായിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. നീ 100% വിശ്വസിക്കണം കേട്ടോ. നീ സ്പിരിച്വലായി നിൽക്കുന്ന വ്യക്തിയാണ്, 100% നീ വിശ്വസിക്കണം. നിൻ്റെ മേൽ രോഗശാന്തി കൃപാവരം കർത്താവ് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു വ്യക്തിയെ ഫിനാൻഷ്യലായി തകർക്കുകയാണെങ്കിൽ, സാമ്പത്തികമായും പൂർണ്ണമായും തകർത്തു എന്ന് വിചാരിക്കുക, നിനക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിട്ടുണ്ടെങ്കിൽ നീ വിശ്വസിക്കുക, കർത്താവ് ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ വൻ തലത്തിലേക്ക് ഉയർത്താൻ പോവുകയാണെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. നീ എവിടെയാണോ സ്പിരിച്വലായി തകർന്നത് ആ മേഖലയിൽ നിനക്കൊരു വലിയ വിജയമുണ്ടെന്നേ. നിന്നെ തകർത്ത് എറിയുവാനല്ല ആ സ്പിരിച്വൽ വാർ വന്നിരിക്കുന്നത്. നിന്നെ നശിപ്പിക്കുവാനല്ല സ്പിരിച്വലായി നിന്നെ കഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നീ എപ്പോഴും എന്ത് ചെയ്യണം? അലർട്ടായിരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പം നമുക്ക് ഒരു നിത്യത എന്ന് പറയുന്ന ഒരു നിത്യജീവൻ അല്ലെങ്കിൽ നിത്യരാജ്യം എന്ന് പറയുന്ന രാജ്യം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അവിടെ എത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? അലർട്ടായിരിക്കണം. യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒരു പടി പോലും നമ്മൾ താഴരുത്. എത്രത്തോളം യേശുവിനെ സ്നേഹിക്കാൻ പറ്റുമോ, എത്രത്തോളം കർത്താവോടെ ചേർന്ന് നിൽക്കുവാൻ പറ്റുമോ, അത്രത്തോളം ചേർന്ന് എന്ത് ചെയ്യണം? നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ സ്പിരിച്വൽ വാർ മാറിപ്പോകും. ഓരോ തലത്തിലും നിങ്ങൾക്ക് വിജയം കാണുവാൻ കഴിയും. ഇനി ഈ സ്പിരിച്വൽ വാർ മാറുവാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, നമ്മൾ വെളിപ്പാടിലേക്ക് പ്രവേശിക്കണം. കർത്താവ് നമുക്ക് വേണ്ടി ഇതിനുള്ള അധികാരം തന്നിട്ടുള്ള വെളിപ്പാടിലേക്ക് നമ്മൾ തിരിഞ്ഞാലേ ഈ സ്പിരിച്വൽ വാർ നമ്മെ വിട്ട് എന്നേക്കുമായി മാറുകയുള്ളൂ. കൊലോസ്യർക്കെതിരെ ലേഖനം 2-ാം അധ്യായം കൊലോസ്യർക്കെതിരെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം മുതൽ താഴോട്ട്, 6-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെ വായിക്കുമ്പോൾ നമുക്ക് കുറച്ചായി അതിനകത്ത് കർത്താവ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കണം. സ്പിരിച്വൽ വാറിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാനാണ് കേട്ടോ. ആകയാൽ നിങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കണം. ഇതെന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ യേശുവിനെ അറിഞ്ഞ സമയത്ത് ആദ്യ സ്നേഹമെന്ന് പറയും. നമ്മൾ യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്ന സമയത്ത് ആദ്യം ഭയങ്കര സ്നേഹമായിരിക്കും. മീറ്റിങ്ങിന് കൂടാനായാലും, ആരാധനയ്ക്ക് വരാനായാലും, ആരാധനയ്ക്ക് കൊടുക്കാനായാലും, എന്ത് കാര്യത്തിലായാലും ഭയങ്കര ഫാസ്റ്റായിരിക്കും, ഭയങ്കര സ്നേഹമായിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കുറച്ച് കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും? തണുത്ത് നമ്മൾ പഴയ പാട്ടിലേക്ക് പോകും. അങ്ങനെ പോകരുത്. എപ്പോഴും ആരുടെ കൂട്ടായ്മയിൽ നിൽക്കണം? ആദ്യ സ്നേഹത്തിൽ കർത്താവുമായി ചേർന്നതുപോലെ തന്നെ നമ്മൾ നിൽക്കണം. ഒരിക്കലും നമ്മൾ കർത്താവിൽ നിന്ന് അകലരുത്. അതിൻ്റെ 7 വാക്യം പറയുന്നു, അവനിൽ വേരൂന്നിയും ആത്മീക വർധനവ് പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നത് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിലും കവിഞ്ഞും ഇരിപ്പിൻ. കർത്താവിൽ വേരൂന്നണം. നിങ്ങളുടെ എല്ലാ സാഹചര്യം, എല്ലാ പ്രതികൂലങ്ങളും അറിയാവുന്ന ദൈവമായി കർത്താവിനെ മാറ്റണം. കർത്താവിന് എല്ലാ കാര്യങ്ങളും അറിയാം. പിതാവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥനാ വിഷയം അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പറയുന്ന സമയത്ത് കർത്താവ് മറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പിതാവിന് എല്ലാം സർവ്വതും അറിയാം, എന്നാലും അടച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കണം. എല്ലാ കാര്യങ്ങളും ആരോട് പറയണം? കർത്താവിനോട് പറയണം. ഒന്നും മറച്ചു വയ്ക്കരുത് കേട്ടോ. നമ്മുടെ രഹസ്യ ജീവിതമായാലും പരസ്യ ജീവിതമായാലും നമുക്ക് മാറ്റാൻ കഴിയാത്ത വിഷയമായാലും എല്ലാം ആരോട് പറയണം? കർത്താവിനോട് പറഞ്ഞ് കർത്താവിൽ വേരൂന്നണം. അങ്ങനെ വേരൂന്നി നിങ്ങൾ ഇരിക്കണം. സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. തത്വജ്ഞാനും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്ന് കളയാതിരിപ്പാൻ സൂക്ഷിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ ലോകം ഇന്ന് കള്ളപ്രവാചകന്മാരിലും ഇന്ന് എന്താ പറയുക, അന്തിക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഇടയിലുള്ളവർ തന്നെ കള്ളപ്രവാചകന്മാരായിട്ട് എഴുന്നേൽക്കുന്നുണ്ട്. നമ്മുടെ ഇടയിലുള്ളവർ തന്നെ അന്തിക്രിസ്തുവായി പുറത്തു വന്നിരിക്കുന്നത് തിരുവചനം പഠിപ്പിക്കുന്നു. അത് നമുക്കുള്ളവരല്ല, സാത്താനുള്ളവരായതുകൊണ്ട് അങ്ങനെ സംഭവിച്ചുവെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. അപ്പം നമ്മൾ കേൾക്കുന്ന എല്ലാ വചനവും സത്യമെന്ന് വിചാരിക്കരുത്. വചനം തിരുവചനത്തിനകത്ത് ബൈബിളുമായി നിങ്ങൾ ഒത്തു നോക്കണം. അതാര് സംസാരിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യണം? ബൈബിളുമായി ഒത്തു നോക്കണം. ഒത്തു നോക്കി തിരുവചനത്തിനകത്തുള്ളതാണ് എങ്കിൽ നിങ്ങൾ അതിനെ സ്വീകരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ തന്നെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവിക പ്രവൃത്തി വെളിപ്പെടും. ഞാൻ പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ്. കഴിയുന്നത്ര പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്താണ് പുസ്തക വായന കുറഞ്ഞത്.
എനിക്ക് തോന്നുന്നു ഈ 2025 ഒരു പുസ്തകം വായിക്കാൻ പറ്റാത്തത്, സമയം കിട്ടാത്തതല്ല, ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു മേഖലയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അപ്പം ഈ പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യ കാലങ്ങളിൽ ഇതറിയില്ലായിരുന്നു. ഞാൻ കാണുന്ന പുസ്തകങ്ങൾ, അതായത് നമ്മൾ എന്താ പറയുക, ബൈബിൾ ഡിപ്പോകളിലൊക്കെ പോകുമ്പോൾ കാണുന്ന നല്ല പുസ്തകങ്ങൾ തോന്നുന്ന പുസ്തകങ്ങൾ വാങ്ങിക്കാം. ആമുഖം വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഏതാണ് നല്ല പുസ്തകം എന്നറിയാം, അതിനെ വാങ്ങാറുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഒരുപാട് പേർ നമ്മുടെ സഭയിലുള്ളവർ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോയി, ഒന്നും തിരിച്ചു തന്നിട്ടില്ല. അതിനായി സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. ആ പുസ്തകങ്ങളുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ ലൈബ്രറി പോലെ എടുത്ത് വയ്ക്കാമായിരുന്നു. നല്ല നല്ല പുസ്തകങ്ങളുണ്ടായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ്റെ പുസ്തകം മാത്രം, പൗലോസ് അപ്പോസ്തലൻ്റെ ചരിത്രം മാത്രം ഇത്രയുണ്ട് കേട്ടോ, ഇത്രയുള്ള ഒരു പുസ്തകമാണ്. നമ്മളെ ബൈബിളിനേക്കാളും വലിയ പുസ്തകമാണ്. അത് മാത്രം ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. പലരും ചോദിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടില്ല, ഞാൻ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. 800,000 രൂപയാണ്, അതുകൊണ്ടാണ് കൊടുക്കാത്തത്, വേറൊന്നും കൊണ്ടല്ല. അപ്പം അതിനകത്തുള്ളൊരു സംഭവം, ഈ പുസ്തകങ്ങൾ ഞാൻ വായിച്ചു തുടങ്ങിയപ്പോൾ ഒരു ദിവസം ഞാനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നീ വചനങ്ങൾ ഒത്തു നോക്കിയിട്ട് തന്നെയാണോ വായിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം നോക്കിയപ്പോൾ എന്താണ്, വചനം എഴുതിയിട്ടുണ്ട്, അതിനോടൊപ്പം റെഫറൻസും എഴുതിയിട്ടുണ്ട്. 1 കൊരിന്ത്യർക്ക് ലേഖനം 2:10 ഇന്നതാണ് എഴുതിയിരിക്കുന്നത്. അതിനെയാണ് വിവരിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഞാൻ എടുത്ത ആ പുസ്തകം നോക്കിയപ്പോഴേക്കും എനിക്ക് മനസ്സിലായത് ആ വചനമല്ല അതിനകത്ത് കിടക്കുന്നത്. ഹല്ലേലൂയ. വചനത്തെ തെറ്റിച്ചാണ് ഇവർ വിവരിച്ചിരിക്കുന്നത്. ഞാൻ അന്ന് ആ പുസ്തകത്തെ മടക്കി വെച്ചു. അതിനുശേഷം ഞാൻ ഏത് പുസ്തകം എടുത്താലും, ഏത് ബുക്ക് സ്റ്റാളിൽ പോയാലും 10 മിനിറ്റ് അങ്ങ് നിന്ന് ബൈബിളിലുള്ള വചനം അതിനകത്തുണ്ട്, വചനം റെഫർ ചെയ്ത് നോക്കും, വചനം കറക്റ്റാണോ. ഹല്ലേലൂയ. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകും. നമ്മെ വചനത്തിൽ നിന്ന് തള്ളിയിടും, നമ്മളെ സ്നേഹത്തിൽ നിന്ന് തള്ളിയിടും. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്ന് കളയരുത്. തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവാണ്, മനസ്സിൽ വരുന്ന അറിവ് കൊണ്ടും തെറ്റ് പറഞ്ഞും നിങ്ങളാരും കവർന്ന് കളയരുത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നിങ്ങളാരും കവർന്ന് കളയരുത്. 9, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ക്രിസ്തുവിലാണ് ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത്. ക്രിസ്തു ഇല്ലാതെ നമുക്കൊന്നുമില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് മാത്രമേ ഈ ലോകത്തുള്ളൂ. ഹല്ലേലൂയ. ഇവരെ 3 പേരും വേർപിരിക്കാനും പറ്റൂല. ഇതില്ല എന്ന് പറയുവാനും പഠിപ്പിക്കുവാനും തിരുവചനത്തിനകത്ത് ഓപ്ഷൻ ഇല്ല. അതിനെതിരെ പഠിപ്പിക്കുന്നവരെ നമ്മൾ ശ്രദ്ധിക്കരുത്. എല്ലാ വാഴ്ചയും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അപ്പം വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായത് ആരാണ്? ക്രിസ്തുയേശുവാണ്. നമുക്ക് പോരാട്ടമുള്ളത് ആരോടാണ്? വാഴ്ചകളോടും അധികാരങ്ങളോടാണ്. വീണ്ടും ഞാൻ പറയുന്നു, ആ വാഴ്ചകളെയും അധികാരങ്ങൾക്കും തലയായിരിക്കുന്നവൻ, അതിന് പൂർണ്ണമായ അധികാരമുള്ളത് ക്രിസ്തുവിനാണ്. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ആ വാഴ്ചകളും അധികാരങ്ങളെയും തലയായവൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആ പോരാട്ടത്തിൽ വിജയിച്ചിരിക്കും. ഹല്ലേലൂയ. നമ്മളെ തകർക്കുവാൻ പോരാട്ടങ്ങൾക്ക്, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കഴിയുകയില്ല. മനുഷ്യനോട് നമ്മൾ എതിർക്കാതെ ദൈവത്തോട് നിന്ന് ഈ വെളിപ്പാടിൽ നിങ്ങൾ കയറിയാൽ, എൻ്റെ പ്രിയ സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിനകത്ത് ഇന്നുണ്ടായിരിക്കുന്ന സ്പിരിച്വൽ വാറുകൾ മാറിപ്പോകും. നിൻ്റെ ജീവിതത്തിനകത്ത് കർത്താവ് നൽകുവാൻ പോകുന്ന ആത്മീക നന്മകൾക്ക് നിനക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ 11 പറയുന്നു, അവന് നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം മുരിഞ്ഞു കളഞ്ഞത് തന്നെ കൈക്കൊണ്ടില്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. വീണ്ടും 12 പറയുന്നു, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൽ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. ഹല്ലേലൂയ. നമ്മൾ യഥാർത്ഥത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അടിമ തന്നെയായിരുന്നു. നമ്മെ എന്ത് ചെയ്തു? കർത്താവ് സ്നാനത്തിലൂടെ തന്നെ ഉയർപ്പിച്ച ആത്മശക്തിയിലൂടെ നമ്മയും ഉയർപ്പിച്ച് നമ്മുടെ ജീവൻ ക്രിസ്തുവിലും ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിലുമാക്കി. അപ്പോൾ ആ അധികാരത്തിൻ്റെ തല, അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്ന ക്രിസ്തു യേശുവിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ നമ്മൾ എന്തായി? നമ്മൾ സറണ്ടറായി. ഹല്ലേലൂയ. നമ്മൾ അതിക്രമത്തിൽ കിടന്ന നമ്മെ എന്ത് ചെയ്തു? വാഴ്ചകളുടെ അധികാരത്തിൽ നമ്മെ വിടുവിച്ചു. 14 വാക്യം പറയുന്നു, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളെ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത് മാച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. 15 പറയുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിഞ്ഞൂടാ. ഇന്ന് നമ്മുടെ മുന്നേ പോരാട്ടത്തിന് ഒളിച്ചിന്ന് പോരാടാൻ പറ്റൂല. ഹല്ലേലൂയ. കഴിഞ്ഞ നാളിൽ
ക്രിസ്തു നമ്മളിൽ വരുന്നതിന് മുന്നേ പോരാട്ടം നമുക്കുണ്ടായിരുന്നു. ഇന്നുണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി പോരാട്ടം നമ്മളെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നതാണ് കേട്ടോ. നമ്മൾ അന്നൊക്കെ സഹിച്ചു. എങ്ങനെ സഹിച്ചു? ഇതെൻ്റെ കയ്യിലിരിപ്പുകൊണ്ടാണ്, ഞാൻ സംസാരിച്ചത് കൊണ്ടാണ്, എൻ്റെ തെറ്റ് കൊണ്ടാണ് എന്നൊക്കെ നമ്മൾ ക്ഷമിച്ചു. പക്ഷെ നമ്മൾ ക്രിസ്തുവിലാകുമ്പോൾ നമ്മളെ ഉള്ളിൽ ഒരു ചിന്ത വന്നു, നമ്മൾ എല്ലാത്തിലും ഡീസൻ്റാണ്, മറ്റുള്ളവരൊക്കെ എന്താണ്, തെറ്റുകാരാണ്. എങ്ങനെ എന്തോ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നു. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്തു? നമ്മൾ കർത്താവിലായപ്പോൾ മറ്റുള്ളവർ നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് സങ്കടം വന്നു തുടങ്ങി. മറ്റുള്ളവർ നമ്മളോട് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അല്ലെങ്കിൽ പ്രതികൂലം നമ്മുടെ ജീവിതത്തിന് ആഞ്ഞടിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ തകർന്നവരെ പോലെയായി, നമ്മൾ എതിർത്തു തുടങ്ങി. ഹല്ലേലൂയ. പക്ഷേ എതിർക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഇതിനകത്ത് തിരുവചനത്തിന് പറയുന്നു, കഴിഞ്ഞ നാളുകൾ സ്നാനമെടുക്കുന്നതിന് മുന്നേ പിശാച് അല്ലെങ്കിൽ വാഴ്ചകളും അധികാരങ്ങളും നിങ്ങളോട് പോരടിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾ സ്നാനമെടുത്ത് യേശുക്രിസ്തുവിൻ്റെ ജീവനെ നിങ്ങൾ പ്രാപിച്ചപ്പോൾ വാഴ്ചകളെയും അധികാരങ്ങളെയും കാൽവരി ക്രൂശിൽ തറച്ച് പരസ്യകോലമാക്കിയവനോടൊപ്പം നിന്നപ്പോൾ നിന്റെ ആത്മീയ കണ്ണ് തുറന്നു. എവിടെ നിന്നാണ് നിനക്ക് യുദ്ധമുണ്ടാകുന്നതെന്ന് നിനക്ക് മനസ്സിലായി. എന്ത് പ്രതികൂലമാണ് നിന്റെ ജീവിതത്തിനകത്ത് ആഞ്ഞടിക്കുന്നത് നിനക്ക് മനസ്സിലായി. നിന്റെ ജീവിതത്തെ തകർക്കുന്നത് ആരാണെന്ന് നിനക്ക് മനസ്സിലായി. ഇനി നീ എനിക്ക് എന്ത് മനസ്സിലാക്കണം? നീ കർത്താവിനോട് പറയണം, അല്ലെങ്കിൽ നീ നിന്നെ തന്നെ ശുദ്ധീകരിച്ചിട്ട് പറയണം, എൻ്റെ കർത്താവ് അധികാരത്തിൻ്റെ തലയായവൻ, വാഴ്ചകളും അധികാരങ്ങൾക്കും തലയായവൻ എന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഇന്ന് എന്നെ തകർക്കുന്ന പോരാട്ടങ്ങൾ, ആ വാഴ്ചകളും അധികാരങ്ങളും എൻ്റെ മുന്നിൽ പരസ്യകോലമാണ്. ഇനി അവ എൻ്റെ ജീവിതത്തിൽ നിൽക്കരുതെന്ന് അധികാരത്തോടെ പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനോട് നിങ്ങളുടെ അധികാരത്തിൽ നിന്നുകൊണ്ട് എതിർത്ത് നിൽക്കണം. ആ അധികാരത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ എതിർത്ത് നിൽക്കുമ്പോൾ എന്തു ചെയ്യും? അവ നിങ്ങളെ വിട്ട് ഓടിപ്പോവുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതേപോലെ അതിൻ്റെ തൊട്ട് താഴോട്ട് വായിക്കും. അതിൻ്റെ തൊട്ട് താഴെയല്ല, അതിൻ്റെ എഫേസ്യർക്കുള്ള ലേഖനം, എഫേസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 21, 22, 23 വാക്യങ്ങൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് അധികാരമുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. എഫേസ്യർക്ക് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 23 വരെ. സ്വർഗത്തിൽ തൻ്റെ വലതു ഭാഗത്തെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽക്കീഴിൽ വച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാത്തിലും എല്ലാം നിറവയ്ക്കുന്നവൻ്റെ നിറവാകുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് പൂർണ്ണമായിട്ട് ഈ അധ്യായം പൂർണ്ണമായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നമ്മെ കഴിഞ്ഞ നിമിഷം പറഞ്ഞു, സ്നാനത്തിലൂടെ നമ്മളെ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. ക്രിസ്തുയേശുവിൻ്റെ ഇതിൻ്റെ 20-ാം വാക്യം തൊട്ട് താഴോട്ട് വായിക്കാം, അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ആര്? ആ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനെ ഉയർപ്പിച്ചവരുടെ ഇടയിൽ നിന്ന്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൻ്റെ വലതു ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെട്ട സകല നാമത്തിലും അത്യന്തം മീതെ ഇരുത്തുകയും അതിൻ്റെ തൊട്ട് താഴെ വായിക്കുമ്പോൾ സർവവും അവൻ്റെ കാൽക്കീഴിൽ വച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ആ അധികാരത്തിൻ്റെ ശക്തി പിതാവായ ദൈവം അല്ലെങ്കിൽ പുത്രനായ ക്രിസ്തുവിന് കൊടുത്ത അധികാരമാണ്. തന്നെ അനുസരിച്ചത് കൊണ്ട് കൊടുത്ത അധികാരമാണ്. വാഴ്ചകളെയും അധികാരങ്ങളെയും എല്ലാ സർവായുധ വർഗം വയ്പ്പിച്ച് അവൻ്റെ കാൽക്കീഴിലാക്കി. ആരുടെ? കർത്താവിൻ്റെ കാൽക്കീഴിലാക്കി. കർത്താവ് ഈ വാഴ്ചകളെയും അധികാരങ്ങളെയും എന്ത് ചെയ്തെന്നറിയാമോ? കാൽവരി ക്രൂശിൽ പരസ്യ കോലമാക്കി. അതിനുശേഷം താൻ അധികാരത്തെ സഭയാകുന്ന എനിക്ക് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് അധികാരം ആരുടെ കയ്യിലാണ്? ആരുടെ കയ്യിലാണ്? നമ്മളെ കയ്യിൽ. നമ്മളിനി എന്ത് ചെയ്യണം? മാമി വന്ന് വഴക്ക് വിടുമ്പോൾ എന്ത് ചെയ്യണം? മാമിയെ തെറി വിളിക്കണം. അപ്പം വന്ന് നിനക്കൊന്നും തരൂലെന്ന് പറയുമ്പം അപ്പനെ ന്യായക്കേട് പറയണം. അങ്ങനല്ലേ? കടം കയറുമ്പോൾ കരയണം. രോഗം വരുമ്പം പെറുപിറുക്കണം. അതാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? ഇതിൻ്റെ അവിടെയൊക്കെ എതിർത്ത് നിൽക്കാനുള്ള ശക്തി ആര് തന്നിട്ടുണ്ട്? നീ പ്രാർത്ഥിക്കുന്നവനാണോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ? അഭിഷേകമുള്ളവരാണോ? സ്നാനമെടുത്തവനാണോ? ക്രിസ്തുയേശുവിൻ്റെ ശക്തി നിൻ്റെ മേലുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിൻ്റെ മേലുണ്ടോ?
നീ അധികാരിയാണ്. പക്ഷെ അധികാരം നീ നിന്റെ മേൽ വെളിപ്പെടണമെങ്കിൽ നീ കുടുംബം ക്രമീകരിക്കണം. നീ മറ്റുള്ളവരെ ക്ഷമിക്കണം. നിന്റെ ശത്രുക്കളോട് ക്ഷമിക്കണം. 100% ക്ഷമിക്കണം കേട്ടോ. ഒന്നും മനസ്സിൽ വെച്ചിരിക്കരുത്. ആ വ്യക്തിയെ നിന്റെ ഉള്ളിൽ വരുമ്പോൾ സങ്കടം പോലും തോന്നുന്ന രീതിയിൽ വച്ചിരിക്കരുത്. പിറുപിറുക്കരുത്, കരയരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ അറിയാവുന്നവർ ചോദിക്കണം, ഇവ എങ്ങനെ ജീവിക്കുന്നതെന്ന് ചോദിക്കണം. അപ്പോൾ ദൈവപ്രവൃത്തി വെളുപ്പം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃത്യമായി പറഞ്ഞാൽ സ്പിരിച്വലായി നീ വളരണം. നിൻ്റെ ആത്മീയ തലം വർദ്ധിക്കണം. എൻ്റെ പ്രിയ സഹോദര സഹോദരി, വാഴ്ചയായാലും അധികാരമായാലും സാത്താനായാലും എല്ലാം നിൻ്റെ ഫീറ്റിനുള്ളിലാണ്, കാലിനടിയിലാണ്. നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും കർത്താവ് വിട്ടുകൊടുക്കില്ല. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ ഞാനാണെങ്കിൽ എൻ്റെ തല, എൻ്റെ അധികാരം ക്രിസ്തുവാണ്. ആ കർത്താവ് ഇന്ന് ജീവനോടെ പിതാവിൻ്റെ വലത് ഭാഗത്തിരുന്ന് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. അവൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല, എന്നെ കൈവിടില്ല. എന്നെ വിളിച്ച ദൈവം ഇടയിൽ വെച്ച് കൈവിട്ടിട്ട് എനിക്ക് ഇത്രയും നിന്നെ കൊണ്ട് നടക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു ദൈവമല്ല എന്നെ വിളിച്ചത്. അവൻ ജീവിക്കുന്ന ദൈവമാണ്. ഒരു വാക്ക് പറഞ്ഞ വാക്ക് മാറാത്ത ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. ഒരിക്കലും ഒന്നും നിങ്ങൾക്കൊരു ദോഷവും വരുത്തുകയില്ല. അല്ലെങ്കിൽ കർത്താവ് അതിനകത്ത് ഒരു വരിയുടെ എഴുതുമായിരുന്നു, സംടൈം, ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ തലവേദന വരുത്തും, ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു വയറുവേദന, ചെറിയ കടങ്ങളൊക്കെ കൊണ്ടിടാൻ എഴുതിയിട്ടില്ലല്ലോ. ഉണ്ടോ? നിങ്ങളൊക്കെ ഇരിപ്പ് കണ്ടത് നിങ്ങളെ ബൈബിളിൽ ഉണ്ടെന്ന് തോന്നുന്നു. ആ ബൈബിളൊക്കെ കൊണ്ടുവരണം കേട്ടോ, ഞാൻ തിരുത്തിത്തരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ തകർക്കുവാൻ ശത്രു നിന്നോട് എതിർക്കുമ്പോൾ, ഹല്ലേലൂയ, കാള കുത്താൻ വരുമ്പോൾ അതിനോട് ഉപദേശിച്ചുകൊണ്ട് നിൽക്കരുത്. ആ മക്കളെ, കാളെ അവിടെ നില്ല്, ചേട്ടൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ, നിൻ്റെ കൊമ്പില്ലാതായിപ്പം, കൊമ്പിൽ ബ്ലഡ് വരും, എന്നെ കുത്തിയാൽ എല്ല് കുത്തി കയറും. നിങ്ങളെപ്പോലെ അല്ലല്ലോ, അതുകൊണ്ട് ഉണക്കയാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് കാളയുടെ. ഇങ്ങനെ ഉപദേശിക്കാനല്ല പറഞ്ഞുതരും. കാള കുത്താൻ വരുമ്പോൾ അതിനോട് എതിർത്ത് ചെയ്യണം. 2 എണ്ണം കൊടുത്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവും. അതേപോലെ സാത്താൻ നിങ്ങളോട് എതിർത്ത് വരുമ്പം, അയ്യോ സാത്താൻ എന്നെ പിടിച്ചേ, ഞാൻ തകർന്നേ, എൻ്റെ അമ്മായിയിലൂടെ എൻ്റെ അപ്പച്ചനിലൂടെ എനിക്ക് കിട്ടാനുള്ള നന്മയിലൂടെ എല്ലാം തീർന്നേ, എൻ്റെ കുടുംബത്തെ തകർത്തേ. ഇതാരോടാണ് പറയുന്നത്? നാട്ടുകാരോടെ. ഹല്ലേലൂയ. ഒരു ആത്മീകൻ്റെ ഏറ്റവും വലിയ കഴിവുകേടാണ് നിങ്ങളുടെ രഹസ്യങ്ങൾ നാട്ടുകാരോട് ചെന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങളെ കൈക്കൊള്ളുവാൻ, നിങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയുന്ന, നിങ്ങളെ സ്പിരിച്വലായി നടത്തുന്ന വ്യക്തികളോട് പറയാം. അല്ലാതെ വേറെ ആരോട് പറഞ്ഞാലും പലർക്കും മനസ്സിലാവില്ല. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യണം? അതിനോട് എതിർത്ത് നിൽക്കണം. നിങ്ങൾ ആരാണ്? അധികാരിയാണ്. ഹല്ലേലൂയ. അത് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. ആ ദൈവപ്രവൃത്തി സർവവും അവൻ്റെ കാൽക്കീഴിൽ വെച്ചു അവനെ സർവത്തിനും ഇതേ തലയാക്കി എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. ഈ സഭ എന്ന് പറയുന്ന ഞാൻ ചെറിയ വ്യക്തിയല്ല കേട്ടോ. ഈ സഭ എന്ന് പറയുന്ന ഞാൻ ഈ ദേശത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ്. ഹല്ലേലൂയ. നിങ്ങൾ സഭയാണ്, നാം സഭയാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ തലയിൽ കൈവച്ചിട്ട് പറ, ഞാൻ സഭയാണ്. നമ്മൾ ചെറിയ പുള്ളികളല്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കരുത്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും യാചന പുറത്തു വരാറുണ്ട്. പലപ്പോഴും നമ്മൾ അധികാരത്തോടെ നിൽക്കേണ്ടതിന് പോലും നമ്മൾ യാചിക്കും. നമ്മുടെ ജീവിതത്തിന് യാചിച്ച് എന്ത് ചെയ്യും? നമ്മൾ തകർന്നു പോകും. പക്ഷേ യഥാർത്ഥ ക്രിസ്തുവിൽ അറിഞ്ഞവരാണ്, ഞാൻ വീണ്ടും പറയുന്നു, തിരുവചനം പഠിച്ച് തിരുവചനപ്രകാരം ജീവിച്ച് നിൻ്റെ പേരിൽ ഒരു കുറ്റവും നിനക്ക് പറയാനില്ലാത്തെങ്കിൽ, നിൻ്റെ ജീവിതത്തിനകത്ത് നിന്നോട് എതിർത്തവരോട് പോലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ പറ്റിച്ചവരോട് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ തകർക്കുമെന്ന് പറഞ്ഞവരോട് വെല്ലുവിളിച്ചവരോട് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ, നിനക്ക് ധൈര്യമായിട്ട് നിന്ന് എന്ത് ചെയ്യാം? അതിനോട് എതിർത്ത് നിൽക്കാം. വാഴ്ചകളെയും അധികാരങ്ങളെയും കർത്താവ് നിൻ്റെ കാൽക്കീഴിൽ വെച്ചു, കർത്താവിൻ്റെ കാൽക്കീഴിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് സഭയാകുന്ന എനിക്ക് നൽകിയെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു മാറുക എന്ന് പറഞ്ഞ് അഴിഞ്ഞു മാറുന്നത്. യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകാൻ പറഞ്ഞ രോഗാത്മാക്കൾ മാറിപ്പോകുന്നത്. ഹല്ലേലൂയ. നമ്മൾ വാ കൊണ്ട് പറയുമ്പോൾ സ്പിരിച്വൽ തലത്താണ് അത് സംഭവിക്കുന്നത്. അതുകൂടെ മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പറയുമ്പോൾ സ്പിരിച്വൽ തലത്തിലാണ് അത് സംഭവിക്കുന്നത്.
അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മേൽ വന്ന ആത്മീക പോരാട്ടങ്ങൾ കർത്താവ് ഈ നാളുകളിൽ മാറ്റും. ഇതൊക്കെ മാറണ്ടേ? മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ നന്നാവണം. ഞാനല്ല ഏട്ടാ, നിങ്ങളിപ്പം എന്നാ ചൂണ്ടിയിട്ട് പാസ്റ്റർ നന്നാവണമെന്ന് പറയും. ഹല്ലേലൂയ. സ്പിരിച്വൽ വാറിൽ കിടക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്യണം? നന്നാവണം. നിങ്ങളുടെ വായ അധികാരമുള്ള വായാണെന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ വാക്കുകൾക്ക് അധികാരമുണ്ടെന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് സർവ്വതും കാൽവരി ക്രൂശിൽ ചെയ്തുവെന്ന് മനസ്സിലാക്കണം. എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് വരെ നിങ്ങൾ ആയിരുന്ന സ്പിരിച്വൽ വാർ എന്തെന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യം പ്രാർത്ഥിക്കണം.